നമ്മുടെ കുട്ടികൾക്ക് ഓട്ടിസം പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ദുബൈയിലെ മലയാളി ഡോക്ടർമാർ. ഒന്നും രണ്ടുമല്ല 5 ആപ്പുകളാണ്. ഭിന്നശേഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ദുബായ് ആക്സസിബിലിറ്റി പ്രദർശനത്തിലാണ് ഈ ആപ്പുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. കോട്ടയം ആസ്ഥാനമായ ഓട്ടിസം കേന്ദ്രമാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. കുട്ടികളിലെ ഓട്ടിസം തകരാറുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി 5 ആപ്പുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് മലയാളികൾ നേതൃത്വം നൽകുന്ന ജുവൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന സ്ഥാപനം. ആപ്പുകളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കും. ഡോക്ടർ, എന്താണ് ഈ ആപ്പുകളുടെ പ്രത്യേകത? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടോ എന്നുള്ളത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാതെ പേരൻസിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വീട്ടിൽ തന്നെ അത് പരിശോധിച്ചറിയാനും, അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ പറയുന്ന ഡെവലപ്മെൻറ്റൽ ഡിലേ എങ്ങനെ മറികടക്കണമെന്നുള്ളത് കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ പരിശീലിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ആപ്പുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ക്ലിനിക്കൽ പ്രൊഫഷണൽസ് കഴിഞ്ഞ 2.5 വർഷമായി റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും മലയാളികളാണോ ഇതിന് പിന്നിലുള്ളത്? കൂടുതലും മലയാളികളാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഈ 5 ആപ്പുകളും. അതെ, ഇനി ഏതെങ്കിലും ഭാഷയിലേക്ക് മാറ്റുന്ന അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അതെ, അറബിക്കിലേക്ക് നമ്മൾ ഇനി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് മലയാളത്തിലേക്ക് തന്നെ അടുത്ത ഒരു വേർഷൻ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഈ 5 ആപ്പുകൾ? കാരണം ഒരു ആപ്പിൽ നമുക്കൊരു ഫോക്കസ് കിട്ടുന്ന ഒരു 45 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇൻ ഡെപ്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ സപ്പോസ് കുട്ടി ലാംഗ്വേജ് എത്ര വയസ്സിൻ്റെ ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് 4 വയസ്സുണ്ടെങ്കിലും എത്ര വയസ്സിൻ്റെ വരെ സംസാരം കുട്ടിക്കുണ്ട്, കമാൻഡ്സ് കേൾക്കുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ക്വസ്റ്റനെയറാണ് നമ്മൾ ഇൻക്ലൂഡ്. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ ഏരിയാസ് തിരിച്ചിട്ട്, ഇപ്പം സ്കൂൾ റെഡിനെസ്, ഇപ്പം ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. സ്കൂളിൽ പോയി കഴിയുമ്പോൾ കുട്ടി അഡ്മിഷൻ കിട്ടാറില്ല, കുട്ടി റെഡി ആയിട്ടില്ല. അപ്പം സ്കൂളിൽ പോകാൻ എൻ്റെ കുഞ്ഞ് റെഡിയായോ, സ്കൂൾ റെഡിനെസ്സായി. വിർച്വൽ ഓട്ടിസം, സ്ക്രീൻ കാരണം എൻ്റെ കുഞ്ഞിന് ഡിലേ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇത് വളരെ തരം തിരിച്ചിട്ടാണ് നമ്മുടെ ടീം അത് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 5 ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് ഏതായിരിക്കും? പെട്ടെന്നുള്ളൊരു സ്ക്രീനിങ് ആവശ്യമായിരുന്നത് ഏത് ഘട്ടത്തിലായിരിക്കും? എസ്കോട്ട് ആപ്പാണ്, ചൈൽഡ് എസ്കോട്ട് ആപ്പ്. ഇതിൽ ജുവൽ ചൈൽഡ്സ് ആപ്പ് എന്നും പറയാറുണ്ട്. അത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ iOS-ലും ഉണ്ട്, ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഫ്രീ ആപ്പാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ എൻ്റെ കുഞ്ഞിന് ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള, അതിലേക്ക് പേരൻസിന് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ഇതിലെ വിദഗ്ധർ എന്നുള്ള നിലയ്ക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഈ ആക്സസിബിലിറ്റി എക്സ്പോ ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് വരുന്നത് നമ്മൾ കാരണമാണ്. ഒരു കുഞ്ഞ് ഒരു പേരൻറ്റിനോട് ചോദിച്ചിട്ട് പേരൻറ്റ് വിചാരിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ മാത്രം ആശ്രയിച്ച് ടോട്ടലി ഇന്നസെൻറ്റ് ഹെൽപ്ലെസ് ഹ്യൂമൻ ബീയിങ് ആണ് ഒരു കുഞ്ഞ്. അങ്ങനെ ഒരാൾ വരുമ്പം അവർ വളർന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ, ഇമോഷണലി ഫിസിക്കലി മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായവരെയാണ് നമ്മൾ പേരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെ 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഒരു കുഞ്ഞിന് എന്താണ് ആവശ്യം. മെജോറിറ്റി ഡെവലപ്മെൻറ്റ് 80% ബ്രെയിനിൽ നടക്കുന്നത് 80% വരുന്നത് 4 വയസ്സിനുള്ളില്ല. നല്ലൊരു ന്യൂറോ മെച്ചുറേഷൻ ഒരു കുഞ്ഞിനെ നല്ലൊരു ഇൻഡിവിജ്വൽ ആവാൻ പറ്റുള്ളൂ. ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ ടൈമാണ്. ദയവേത് സ്ക്രീൻ കഴിയുന്നതും ഡിലേ ചെയ്തുകൊണ്ട് പോവുക. അത് കാരണം കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ മെച്ചുറേഷൻ വളരെ നല്ല രീതിയിൽ അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ദയവേത് അത് ഡിലേ ചെയ്ത് നാച്ചുറൽ സ്റ്റിമുലേഷൻ, സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, കളിപ്പിക്കാൻ കൊണ്ടുപോകുക, വെള്ളത്തിലോ പൂളിലോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുക. ഇതെല്ലാം ഒരു കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓട്ടിസം ബാധിതരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന 5 ആപ്പുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.